ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ ചിന്തിക്കുക. ആ ഒരു വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളെക്കുറിച്ച് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നിങ്ങളെ ആരായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. ഇപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത്, ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ ആരെക്കുറിച്ചാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു പേഴ്സൺ നിങ്ങളെ ഏത് രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്, നിങ്ങളെ അവർ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ്, അവരുടെ മനസ്സിന് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു ചിന്തകൾ, അതുപോലെ ഏത് രീതിയിലുള്ള ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളെ കാണുന്നത്, അവരുടെ ലൈഫിൽ ആരായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം എന്താണ് അവരുടെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഓക്കെ, നമുക്ക് മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടത് ഹൈ പ്രിസ്റ്റീസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാകാം, നമുക്കിവിടെ 3 ഓഫ് സോഡ്സ് അതുപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും ഈ ഒരു പേഴ്സണും, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്, ആ ഒരു പേഴ്സണും വളരെയധികം ആത്മബന്ധത്തോടു കൂടി മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തികളായിരുന്നു. കാരണം ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. അതായത് ആ ഒരു 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നിങ്ങളെ ഒരു ഫാമിലി ആയിട്ട് കണ്ടിരുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഇതൊരു സ്ഥിരമായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകും, ലൈഫ് ലോങ് എൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വളരെ ആഴമേറിയ ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. തീവ്രമായ ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നതിൽ കൂടുതൽ ആളുകളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഓക്കെ ലെസ് കോണ്ടാക്ട് പോലും ആകാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നില്ല. സെപ്പറേഷൻ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അതിൻ്റെ ഒരു വേദനയും വിഷമങ്ങളും ഒക്കെ, വേർപാടിൻ്റെ തീവ്രമായ മനസ്സിൻ്റെ ഒരു വേദനയും വേർപാടിൻ്റെ ഒരു വിഷമങ്ങളും ഒക്കെ ഇവർക്കുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളോടുള്ള ബന്ധം ഒരു സമയത്ത് വളരെ ഒരു വിലപ്പെട്ടതും അതുപോലെ തന്നെ ഒരു സ്ഥിരതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതിനാൽ അവർക്ക് ഒത്തിരിയധികം വിഷമവും വേദനയൊക്കെ ഉള്ള ഒരു സന്ദർഭത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു നഷ്ടപ്പെട്ട വലിയൊരു പാർട്ടാണ് നിങ്ങൾ എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഇവിടെ ചോദിക്കുന്നത്, നമ്മുടെ ടോപ്പിക് അതാണ്. അപ്പോൾ ഇവർക്ക് ഇവർ ശരിക്കും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ആ ഒരു തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇമേജ് ഉള്ളത്. അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ വളരെ ഒരു ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഒരു ഊഷ്മളത, അല്ലെങ്കിൽ എന്ത് കാര്യത്തിനിറങ്ങിയാലും ഉള്ള ഒരു എനർജി, ഒരു നല്ലൊരു എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് കാര്യത്തിനാണെങ്കിലും ആ ഒരു ഡിറ്റർമിനേഷൻ, ഇതൊക്കെ ഇവരെ വളരെയധികം ആകർഷിക്കുന്നുണ്ട്. അതവർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് കാണുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നമുക്കിവിടെ കിങ് ഓഫ് പെന്റിക്കിൾസിൽ ഒക്കെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ഒരു ഫൈനാൻഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നല്ല രീതിയിൽ അറിയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ, മറ്റുള്ളവർക്ക് അഡ്വൈസ് കൊടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഫൈനാൻഷ്യലി നല്ലൊരു അറിവുള്ള വ്യക്തി എന്ന രീതിയിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട്. പിന്നെ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തി, ഫൈനാൻഷ്യൽ കാര്യങ്ങളല്ല മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും നല്ല പക്വതയോടുകൂടി സംസാരിക്കുന്നതും, അതുപോലെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. എല്ലാ കാര്യങ്ങളും ഒരു ഈഗോയോ അല്ലെങ്കിൽ ഞാനൊരു വലിയ ആളാണ് എന്ന രീതിയിൽ മാറി നിൽക്കുന്നതോ, അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളോട് മാത്രം വളരെ ഫേവറബിൾ ആയിട്ട് നിൽക്കുകയും മറ്റു വ്യക്തികളെ വേർതിരിച്ച് കാണുകയും അങ്ങനെ ഒരു രീതിയിലും കാണുന്ന, ഒരു മാർജിനൈസേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയും അവരുടെ മൈൻഡിലാണെങ്കിലും മറ്റുള്ളവരോട് ഒരേ രീതിയിലുള്ള ഒരു സ്നേഹം, കുറച്ച് ആളുകളോട് പ്രത്യേക ഒരു സ്നേഹം, മറ്റുള്ളവരോട് വേറൊരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയല്ലാതെ ഒരേ രീതിയിൽ എല്ലാവരോടും പെരുമാറാനും സംസാരിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് നിങ്ങളെ അവർ വിലയിരുത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഡിസിഷനോട് ആ ഒരു ഡിസിഷനെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ പ്രിസ്റ്റീസ് കാർഡൊക്കെ വന്നിരിക്കുന്നത് ഒരു ആത്മീയതയുടെ ഒക്കെ ഒരു കാർഡാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ആഴമുള്ള ഒരു വ്യക്തിയാണ് എന്നിവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇനിയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. എനിക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ എനിക്ക് ഇമാജിൻ ചെയ്ത് എടുക്കാനും കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട്. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, അതായത് നിങ്ങൾ എന്നവർ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഉണ്ട്. അത് മുഴുവനായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ, നിങ്ങളെ മനസ്സിലാക്കി എടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്നൊരു കാര്യവും അവരുടെ ഓർമ്മയിലുണ്ട്. അവരത് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ടെന്നുള്ളത്. നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വശം കൂടി നിങ്ങൾക്കുണ്ടോ എന്ന് അവർ സംശയിക്കുന്നുണ്ട്. ഒരു രഹസ്യ സ്വഭാവം, ഒരു സീക്രട്ടൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവം, അത് നിങ്ങൾക്കുണ്ടോ എന്ന് അവർക്കൊരു സംശയമുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഇന്നർ സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണ്. നല്ലൊരു മാനസികമായിട്ട് നല്ല പിടിച്ചു നിൽക്കാൻ, എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കഴിവുള്ളൊരു വ്യക്തിയാണെന്നും, ഒരു കാമായിട്ട് ഇരിക്കാനായിട്ട്, എന്ത് പ്രശ്നം, വലിയൊരു പ്രശ്നം ലൈഫിൽ വന്നാലും ഒരു കാമായിട്ട് ഇരിക്കാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഇവര് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. അതൊക്കെ ഇവരെ വളരെയധികം അതിശയപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ വളരെ കാമായിട്ട് ആ ഒരു കാര്യത്തെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തതൊക്കെ ഇവര് വളരെയധികം അതിശയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ചില സമയങ്ങളിലൊക്കെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റെസ്പോൺസുകൾ, നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഈ ഒരു പേഴ്സൺസ് ഈ ഒരു രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് കോമൺ ആയിട്ട് ഓരോ ആളുകളുടെ ഒരു പ്രതികരണം നമ്മൾ മനസ്സിൽ നമുക്ക് കാണും. ഈ ഒരു സിറ്റുവേഷൻ ഇവർ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക. പക്ഷെ ആ ഒരു തരത്തിലേ അല്ലാത്ത രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്ന പല അനുഭവങ്ങളും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ പ്രതികരിക്കാൻ സംസാരിക്കാനും ഒക്കെ കഴിയുന്നു എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിന്റെ ഒരു പ്രതീകമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്നേഹത്തോടെ അല്ലാതെ ഒരു ദേഷ്യത്തോടെയോ വെറുപ്പോടെയോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണ്, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം ഉണ്ടാകേണ്ട അല്ലെങ്കിൽ വൈരാഗ്യവും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. എങ്കിൽ കൂടിയും ഈ ഒരു സമയത്ത് അവർ വളരെ സ്നേഹത്തോടെയും ആണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും അവർക്ക് സ്നേഹം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ടവർ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു കുലുക്കം സൃഷ്ടിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ വന്നതും പോയതും അവരുടെ ഉള്ളിലെ ഒരു ലോകം മുഴുവൻ, അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്, അല്ലെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ അവർ ജീവിക്കുന്ന സാഹചര്യം തന്നെ മാറ്റിമറിക്കുന്ന, അവരുടെ ചിന്താഗതികളെ മാറ്റിമറിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ ചിന്തിച്ചു വെച്ചിരുന്ന ഒരു ലോകം തന്നെ മുഴുവനായിട്ട് മാറ്റിമറച്ചു
പോയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നൊരു തോന്നൽ അവർക്കുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇതിവിടെ പറയുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ അവരുടെ ലൈഫിൽ ഒരു മാറ്റം സൃഷ്ടിച്ച് കടന്നുപോയ ഒരു വ്യക്തി എന്ന രീതിയിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ നൈറ്റ് ഓഫ് സോർട്സിന്റെ ഒരു എനർജി നമ്മളിവിടെ കണ്ടത്, അത് അവർക്ക് ഇപ്പോഴും ഒരു തീവ്രമായ ഒരു ആവേശം, ആശങ്ക ഒക്കെ നിങ്ങളോടുണ്ട് എന്ന്. ചിലപ്പോൾ അതൊരു ആവേശം, ആശങ്ക എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു നിങ്ങളുമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് ഇവർക്ക് വളരെ ഒരു ആവേശത്തോടു കൂടിയായിരിക്കും അവരിതിൽ വന്നിട്ടുണ്ടാവുക. ആ ഒരു ഇതൊക്കെ അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടുള്ള ഒരു ശാന്തി അല്ല ഒരു കാംനെസ് ഇല്ലായ്മയായിരിക്കാം അവരുടെ മനസ്സിൽ. ആ ഒരു രീതിയിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവർ ആലോചിക്കുന്നത്, അല്ലെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 9 ഓഫ് പെന്റക്കിൾസ്, എംബ്രഡ് കാർഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഇവര് ഒരു സൗന്ദര്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പരമായ മച്യൂരിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, സാമ്പത്തികമായ രീതിയിലായിക്കോട്ടെ, എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് ഇവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ അവർ ഒരു ബുദ്ധിപരമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു സർവൈവൽ സിറ്റുവേഷൻ വെച്ചിട്ട് സർവൈവ് ചെയ്തു പോകാനുള്ള കാര്യങ്ങളിൽ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു വ്യക്തി അല്ലെ മനസ്സിനുടമ എന്ന് നിങ്ങളെക്കുറിച്ച് അവർ കരുതുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഹെറോഫൻ കാർഡ് വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മൂല്യങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരാഗതമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു മാച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു ആട്ടിത്വം, അത് അല്ലെങ്കിൽ ആത്മീയത, ഇതൊക്കെ നല്ല രീതിയിൽ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന നല്ലൊരു ഫാമിലി ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ രീതിയിലും നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന്, അതുപോലെ തന്നെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് എംബ്രഡ് കാർഡ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ ഒരു കൺട്രോളുള്ള അല്ലെങ്കിൽ ഒരു കൺട്രോളിൽ ആളുകളെ വെക്കാനുള്ള ഒരു അതോറിറ്റി പവർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാണുന്നത്. അതായത് ഒരു ലീഡറൊക്കെ ആയിട്ട് നിൽക്കാനുള്ള കഴിവുണ്ട്, ഒരു നല്ല കെൽപ്പുള്ള ഒരു വ്യക്തി. പലപ്പോഴും നിങ്ങൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്ന സമയങ്ങളിലൊക്കെ അവർക്കാണെങ്കിലും അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ട് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. നല്ലൊരു ലീഡർഷിപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ തന്നെ നിങ്ങളായിരിക്കാം ഒരു ലീഡറായിട്ട് നിന്ന് ചെറിയ പ്രായത്തിൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളായിരിക്കാം. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ സംസാരങ്ങളും മെച്ചൂരിറ്റിയും ഒക്കെ കണ്ടിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് നല്ലൊരു ലീഡർ ആകാനായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് നല്ല നിലനിൽപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്ത് പ്രശ്നം വന്നാലും മുന്നോട്ട് തന്നെ പോകും. ഒരു ചെറിയ കാര്യം വരുമ്പോഴത്തേക്കും തളർന്നു കുത്തി ഒടിഞ്ഞു വീണ് കിടക്കുന്ന ഒരു വ്യക്തിയല്ല. നല്ല രീതിയിൽ ആ ഒരു കാര്യം എന്താണെന്ന് വിശകലനം ചെയ്ത് അതിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഒരു കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അവർ നിങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആകെ മൊത്തത്തിൽ നമ്മൾ ഇതിന്റെ ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനർജീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് ഇതൊരു കൂടുതൽ ആളുകളും, അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളും ഒരു സ്ത്രീ ആയിരിക്കാനുള്ള ഒരു ഫെമിനിൻ എനർജിയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം കൂടുതലും സ്ത്രീകളായിരിക്കാനാണ് നമുക്ക് ചാൻസ് കാണുന്നത്. സ്ത്രീകളുമായിട്ടാണ് ഇത് കൂടുതൽ റെസിനേറ്റ് ആവുക എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു എനർജി നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ അവരുടെ ജീവിതത്തിൽ സ്ഥിരത നൽകാവുന്ന ഒരു വ്യക്തിയാണെന്നും ഒരു ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നിറഞ്ഞ രീതിയിൽ അവരിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് എന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരിക്കലും അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇപ്പോഴും മനസ്സിൽ ദൂരെയാണെങ്കിലും, നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെങ്കിലും ദൂരെയാണെങ്കിലും നിങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ അവർക്കുണ്ട്. ആ ഒരു വേർപിരിയലിന്റെ വേദന അവർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഒരുമിച്ച് ഒരേ രീതിയിൽ ഇപ്പോൾ അകലങ്ങളിലാണ്, മനസ്സുകൊണ്ട് അകലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഫിസിക്കലി അകലങ്ങളിലാണെങ്കിലും സെപ്പറേഷനിലാണെങ്കിലും മനസ്സുകൊണ്ട് വളരെയധികം അട്രാക്ഷനോട് കൂടി അടുത്ത് നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ഒരാൾ എന്ന പോലെയാണ് നിങ്ങളെ അവർ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു
ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ജൂലൈ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ക്ലൂ പെറ്റ് ലവേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ 1992 എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ ജി നമുക്ക് കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്പർ 36 നമുക്ക് കിട്ടുന്നുണ്ട്. 1976 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 22 നമുക്ക് കിട്ടുന്നു. ഹിയറിംഗ് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാനുള്ള ചാൻസ് ഉണ്ട്. 7 ഡേയ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സിംഗിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്പർ 6 നമുക്ക് കിട്ടുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. റെയിൻബോ സയൻസ് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവാം. മ്യൂസിക്കിന് ഈ ഒരു റിലേഷൻഷിപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുന്ന വിചാരിക്കുന്നു. യെസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 6 ഡേയ്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറഞ്ഞത്. ലോങ് നെയിൽ, നമ്പർ 25, നമ്പർ 32, ലെറ്റർ പി, വൈറ്റ് ബട്ടർഫ്ലൈസ്, ഫോട്ടോഗ്രാഫി ഫീൽഡിൽ നിന്നുള്ള ആളുകളൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ടോക്കറ്റീവ്, നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ സംസാരിക്കുന്ന, മറ്റുള്ള ആളുകളോടൊക്കെ സംസാരിക്കാനായിട്ട് കഴിവുള്ള വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. തൃശ്ശൂർ ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ക്രേസി, നിങ്ങളുടെ പേഴ്സൺ ഒരു ക്രേസി ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 54 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 50 നമുക്ക് കിട്ടുന്നുണ്ട്. 1991 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.